രജിസ്ട്രേഷൻ ആരംഭിച്ച മാർച്ച് 12 മുതൽ ഒരാഴ്ചയോളം ദിവസേന ശരാശരി 2000 പേർ രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഇത് 1000 പേരായിരുന്നു. മൊത്തം 6228 പേർക്കാണ് UAE-യിൽ നിന്ന് ഹജ്ജിന് പോകാൻ സാധിക്കുക. ഇതിൽ വിദേശികൾക്ക് 500-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതിലേക്കാണ് 20,000 വിദേശികൾ അപേക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തവരുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതിയാകുന്നവരുടെ പട്ടിക ഏതാനും ആഴ്ചകൾക്ക് ശേഷം തയ്യാറാകും. രജിസ്റ്റർ ചെയ്തവർക്ക് ലഭിച്ച റഫറൻസ് നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ഔക്കാഫിന്റെ വെബ്സൈറ്റിൽ നിന്നും സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്നും അനുമതി ലഭിച്ചോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. റഫറൻസ് നമ്പറിന് പകരം എമിറേറ്റ്സ് ID നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഹജ്ജ് അനുമതി ലഭിക്കുന്നവർക്ക് പ്രത്യേക പിൻ നമ്പർ നൽകും. ഈ പിൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ രാജ്യത്തെ ഹജ്ജ് ഓപ്പറേറ്റർമാരുടെ സർവീസ് ചാർജ്, സേവനത്തിന്റെ വിവരങ്ങൾ എന്നിവ ലഭ്യമാകും. ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഓപ്പറേറ്റർമാർ ഔക്കാഫിൽ നേരത്തെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിക്കപ്പെട്ട സേവന ചാർജ് കൂട്ടാനും സേവനം വെട്ടിക്കുറയ്ക്കാനും ഓപ്പറേറ്റർമാർക്ക് അവകാശമില്ല. ചാർജ് കുറയ്ക്കുകയോ സേവനം വർദ്ധിപ്പിക്കുകയോ ചെയ്യാം. ഇവരുടെ സർവീസ് ചാർജും സേവന നിലവാരവും താരതമ്യം ചെയ്ത് തീർത്ഥാടകർക്ക് ഓപ്പറേറ്റർമാരെ തെരഞ്ഞെടുക്കാം. ഈ വർഷം മുതലാണ് ഔക്കാഫ് ഈ സംവിധാനം നടപ്പിലാക്കിയത്. ഇതുവഴി ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ചെലവ് ഗണ്യമായി കുറയും. മീഡിയ 1, ദുബായ്.